അണിഞ്ഞൊരുങ്ങാനും ആഘോഷിക്കാനും ഒരു ദിവസം അധികമായി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ എല്ലാ ഷോപ്പിംഗ് മോളുകളിലും വലിയ തിരക്കാണ്. ദുബായ് കിസൈസിലെ ലുലുവിലെ കാഴ്ചയാണ് ഇത്. വസ്ത്രങ്ങൾ വാങ്ങാൻ തന്നെയാണ് ഏറ്റവും വലിയ തിരക്ക്. ഇതോടൊപ്പം തന്നെയാണ് മധുര പലഹാരങ്ങൾ വാങ്ങാനുള്ള ചോക്ലേറ്റുകൾക്കൊക്കെ ഉള്ള തിരക്ക്. പിന്നീട് പെർഫ്യൂം, അതാണ് കൂടുതലായി സമ്മാനങ്ങൾ നൽകുന്നത്. ഇത്തരത്തിൽ വലിയ തിരക്ക് എല്ലായിടത്തും ഇതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. ഇവർക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒരു ഇതൊക്കെ വാങ്ങി, ഡ്രസ്സ് വാങ്ങി, മേക്കപ്പ് വാങ്ങി. നാളത്തോടെ പെരുന്നാൾ സ്റ്റാർട്ടാവും. പിന്നെ 1 വീക്ക് ലീവാണ്. അതിന്റെ ഒരു ത്രില്ലിലാണ്. ഇനിയും കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, അതിനു വേണ്ടി വന്നതാ. ഒരാഴ്ചത്തെ അവധി ഉണ്ട്, അതിപ്പോ ഫാമിലിയെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു തീരുമാനമായി. വസ്ത്രങ്ങൾക്കൊപ്പം തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനുള്ള വലിയ തിരക്ക്. മത്സ്യമാംസങ്ങൾ, അതാണ് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖല. അതോടൊപ്പം തന്നെ പഴം, പച്ചക്കറികൾ, അവിടെയും വലിയ തിരക്കുണ്ട്. പിന്നീട് സക്കാത്ത് അരികൾ കൊടുക്കാൻ അവസാന ദിവസമാണ്, റമദാന്റെ അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് അരി, ഇവിടെയും വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഉപഭോക്താക്കൾക്ക് വേണ്ടി വലിയ ഓഫറുകൾ എല്ലാ ഷോപ്പിംഗ് മാളുകളും തന്നെ. ഏതാണ്ട് പകുതിയോളം വിലക്കിഴിവ് പലയിടത്തും ഉണ്ട്. അത് വസ്ത്രങ്ങൾക്കാണെങ്കിലും മറ്റ് അവശ്യ വസ്തുക്കൾക്കാണെങ്കിലും ഒക്കെ തന്നെ. ഏതായാലും ഒരു മാസത്തെ വ്രതവിശുദ്ധിക്ക് ശേഷം വലിയ ആവേശത്തോടുകൂടി ചെറിയ പെരുന്നാളിനെ ഗൾഫ് രാജ്യങ്ങൾ വരവേൽക്കുകയാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് ഒളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.